എന്താണ് ലീഗ് രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന സുപ്രധാന നീക്കമെന്നും കൂടിയാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 തവണ MLA ആയവർ മത്സരിക്കേണ്ടതില്ലെന്ന വ്യവസ്ഥ നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുകയാണ്. മുതിർന്ന നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിവർക്ക് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഇളവ് നൽകുക. വ്യവസ്ഥ നടപ്പിലായാൽ PK ബഷീർ, മഞ്ഞളാംകുഴി അലി, NA നെല്ലിക്കുന്ന്, N ഷംസുദ്ദീൻ തുടങ്ങിയ പ്രമുഖർക്ക് ഇത്തവണ സീറ്റ് ലഭിച്ചേക്കില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നു. പല പ്രമുഖർക്കും ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. ടേം വ്യവസ്ഥ കർശനമാക്കാൻ ഇത്തവണ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് വരുന്നത്. 3 തവണ MLA ആയവർക്ക് ഇക്കുറി സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ 1 ഡസനോളം വരുന്ന പ്രമുഖർക്ക് ഇത്തവണ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങുമോ? എന്താണ് ലീഗിന്റെ ആലോചനകൾ? വിശദമായി പരിശോധിക്കാം. CB അനുമോദ് ചേർന്നു. അനുമോദ്, എന്താണ് ലീഗിന്റെ ആലോചനകൾ? ടേം വ്യവസ്ഥ എന്നത് 3 തവണ MLA മാരായവരെ ഇത്തവണ മാറ്റി നിർത്താം എന്നതാണ്. വരാനിരിക്കുന്നത് ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ലീഗ് ഇത്തരമൊരു രാഷ്ട്രീയ പരീക്ഷണത്തിൽ ഒരുങ്ങുമ്പോൾ അതിന് എത്ര കണ്ട് വെല്ലുവിളി ഉണ്ടാകും? എന്താണ് ലീഗിന്റെ ആലോചനകൾ? സജിത്ത്, മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച സമയത്തെല്ലാം തന്നെ ഒരുപാട് വിവാദങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് കുറേ പേർ മത്സരിക്കുന്നു, പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല, യുവാക്കൾക്ക് അവസരം കിട്ടുന്നില്ല, വനിതകൾക്ക് അവസരം കിട്ടുന്നില്ല. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ലീഗിനെതിരെ എല്ലാ സമയത്തും ഉയരുന്നതാണ്. അപ്പോൾ ഇത്തവണ ഈ ഒരു 3 തവണ മത്സരിച്ചവർ, 3 തവണ MLA അവർക്ക് ഇനി അവസരം നൽകേണ്ടതില്ല എന്നൊരു സുപ്രധാന തീരുമാനം കൈക്കൊള്ളുന്നതോടെ ലീഗിനെ സംബന്ധിച്ച് കുറെ കൂടി പുതുമുഖങ്ങളെയും യുവാക്കളെയും ഒക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കാലങ്ങളായിട്ട് ലീഗ് ഇത് ആവശ്യപ്പെടുന്ന ലീഗിലെ നേതൃത്വം ഒരു വലിയ വിഭാഗം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണം, ഒന്നിലേറെ പദവികൾ വയ്ക്കുന്നവർക്ക് മാറ്റം വരണം. അത്തരത്തിലുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ ലീഗിൽ കൊണ്ടുവന്നേ തീരുമെന്ന ആവശ്യം ലീഗിനുള്ളിൽ ശക്തമാണ്. കഴിഞ്ഞ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലൊക്കെ, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ഇത് ചർച്ചയായതുമാണ്. ഇതിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ലീഗ് കണക്കിലെടുക്കുന്നത് 3 തവണ MLA ആയവർ, അത് തുടർച്ചയായി 3 തവണ MLA ആയവരാവട്ടെ, മൂന്നിലധികം തവണ MLA ആയവരാവട്ടെ, അവർക്ക് ഇനി അവസരം നൽകേണ്ടതില്ല എന്ന തരത്തിലേക്കുള്ള ആലോചനകളാണ് ലീഗിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ലീഗിൽ നേരത്തെ സജിത് സൂചിപ്പിച്ചതിൽ 1 ഡസന് അധികം സീറ്റുകളിൽ ഒഴിവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ആ പട്ടിക പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, അദ്ദേഹം 3 തവണ ഇതിനോടകം തന്നെ MLA ആയി കഴിഞ്ഞതാണ്. 2011 മുതൽ അദ്ദേഹം കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ഇത്തരത്തിൽ ഒരു സീറ്റിൽ നിന്ന് 3 തവണയായി വിജയിച്ചു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം മലപ്പുറത്തെ MLA പി ഉബൈദുള്ളയാണ്. അദ്ദേഹം 2011 മുതൽ തുടർച്ചയായിട്ട് മലപ്പുറം സീറ്റിൽ വിജയിക്കുന്നു. അതുപോലെ മഞ്ഞളാംകുഴിയിലെ അദ്ദേഹം 2 തവണ മങ്കടയും 2 തവണ പെരിന്തൽമണ്ണയും 1 തവണ മങ്കടയുമാണ് മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹം തുടർച്ചയായി 3 തവണ MLA ആയി വന്ന ആളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേര് PK ബഷീർ. അദ്ദേഹം ഏറനാട് മണ്ഡലം രൂപം കൊണ്ട കാലം മുതൽ, അതായത് 2011 മുതൽ അദ്ദേഹം തന്നെയാണ് അവിടുത്തെ MLA. അദ്ദേഹത്തിനും ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ നിർദ്ദേശം നടപ്പിലായി കഴിഞ്ഞാൽ മാറ്റം വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ മണ്ണാർക്കാട് MLA ആയിട്ട് N ഷംസുദ്ദീൻ, അദ്ദേഹവും 2011 മുതൽ ആ മണ്ണാർക്കാടിനെ പ്രതികരിച്ച് നിയമസഭയിലെത്തിയ ആളാണ്. അത്തരത്തിൽ മുതിർന്ന നേതാക്കളുടെ പേരുകൾ തന്നെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ KP മജീദിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, അദ്ദേഹം ഇതിനോടകം തന്നെ 6 തവണ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം തിരൂരങ്ങാടിയിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3-ലധികം തവണ MLA അവർ മാറി നിൽക്കണമെന്ന ഒരു നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു വ്യവസ്ഥ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനും മാറി നിൽക്കേണ്ടതായിട്ട് വരും. ഇതിൽ ഈ ഒരു ഇളവ് നൽകുക പ്രധാനമായിട്ടും PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും തന്നെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന വിവരങ്ങളാണ് നമുക്ക് ലീഗിൽ നിന്നും അറിയാനാകുന്നത്. അത്തരത്തിൽ മറ്റ് നേതാക്കൾക്കൊന്നും ഇത്തരത്തിലൊരു ഇളവ് നൽകാനുള്ള സാധ്യത കാണുന്നില്ല. ഇതിന് പുറമെ UA ലത്തീഫ് മഞ്ചേരി MLA, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. UA ലത്തീഫ് അദ്ദേഹം അടുത്ത തവണ മത്സരിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അദ്ദേഹം വള്ളിക്കുന്ന് മണ്ഡലത്തിലെ MLA ആണ്. 2 തവണയാണ് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം, അതുപോലെ തന്നെ MLA സ്ഥാനം, കേരള ബാങ്കിൻ്റെ ഡയറക്ടർ സ്ഥാനം, അങ്ങനെ ഒന്നിലേറെ പദവികൾ അദ്ദേഹം വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായിട്ട് മത്സരിക്കുന്നവർ, അതുപോലെ മാറ്റം വരാൻ സാധ്യതയുള്ള സീറ്റുകളിൽ ഉള്ള MLA നിലവിലുള്ള MLA മാർ, അതിന് പുറമെ കഴിഞ്ഞ തവണ 10 ഇടങ്ങളിൽ ലീഗിന് തോൽവി പിണഞ്ഞിരുന്നു. ആ സീറ്റുകളിൽ തവണ 25 സീറ്റാണ് ലഭിക്കുന്നതെങ്കിൽ ആ സീറ്റുകളിലും
പുതിയ ആളുകൾക്കുള്ള അവസരം. അപ്പോൾ ലീഗിൽ ഈ ഒരു ടേം വ്യവസ്ഥ നടപ്പാക്കുന്നതും അതുപോലെ തന്നെ ഒന്നിലേറെ തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന നിർദ്ദേശം നടപ്പിലാക്കുകയും ചെയ്താൽ 15-ലേറെ പേർക്ക് പുതിയ ആളുകൾക്ക് അവസരം കിട്ടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിൽ യുവ നിരയിൽ നിന്നുള്ളവരുണ്ടാകാം, വനിതകളുണ്ടാകാം, അതുപോലെ തന്നെ മുൻപ് അവസരം യഥാർത്ഥത്തിൽ ടേം വ്യവസ്ഥ എന്നത് 3 തവണ MLA ആയവരെ ഇത്തവണ സീറ്റ് വേണ്ട എന്നൊരു ആലോചന. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇത്തരം ഒരു ആലോചന നടക്കുന്നതിൻ്റെ കാരണം? എല്ലാവർക്കും പുതുമുഖങ്ങൾക്ക് പരിഗണന കിട്ടട്ടെ എന്ന ചിന്തയാണോ ഇതിൻ്റെ അടിസ്ഥാനം? ഇല്ല, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ ലീഗിന്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ്. ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. നാളെ എടുക്കുമെന്നില്ലെന്നും പറയാൻ പറ്റില്ല. അല്ല, ഔദ്യോഗിക തീരുമാനങ്ങൾ വന്നിരിക്കില്ല. പക്ഷേ ആലോചനകൾ സ്വാഭാവികമാണല്ലോ. രാഷ്ട്രീയമാണ്, അവിടെ സാധ്യതകളാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും ചർച്ചകളും ആരംഭിച്ചു വരികയാണ്. സ്വാഭാവികമായും കൂടുതൽ പുതുമുഖങ്ങൾ ലീഗിൻ്റെ മുൻനിരയിലേക്ക് കടന്നു വരിക എന്നൊരു പാർട്ടി നയം കൂടിയില്ലേ എൻ്റെ കാര്യത്തിൽ? അല്ല, ആലോചന നിങ്ങളെ റിപ്പോർട്ടർ നടത്തുന്ന ആലോചന മനസ്സിലാക്കണം. ഞങ്ങളെ പാർട്ടിയിൽ അതൊരു അജണ്ടയായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴല്ലേ, മനസ്സിലായോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 3 തവണ ജനപ്രതിനിധി ആയവര് പുതുതലമുറക്ക് വേണ്ടി മാറി നിൽക്കണം എന്നൊരു തീരുമാനം തദ്ദേശ സ്വയംഭരണ മേഖലയിൽ നമ്മൾ എടുത്തിരുന്നു. മനസ്സിലായോ? അസംബ്ലി, പാർലമെന്റ് ആ മേഖലയിലേക്ക് അങ്ങനെ ഒരു മാനദണ്ഡം ഇതുവരെ പാർട്ടി നിശ്ചയിച്ചിട്ടില്ല. ഭാവിയിൽ അങ്ങനെ നിശ്ചയിക്കോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, താങ്കളുടെ നിരീക്ഷണം ഔദ്യോഗികമായ കാര്യമല്ല, ഞാൻ വ്യക്തിപരമായി കൂടി ചോദിക്കുകയാണ്. ഇത്തരം പാർട്ടി നേതൃത്വത്തിലേക്ക് കൂടുതൽ പുതുമുഖങ്ങൾ കടന്നു വരട്ടെ. ലീഗിനെ സംബന്ധിച്ച് ചില സ്ഥിരമായി മത്സരിക്കുന്ന ചില മുഖങ്ങളുണ്ട്. അതിനപ്പുറം കൂടുതൽ മുഖങ്ങൾ കടന്നു വരട്ടെ എന്നത് ലീഗ് അതിനോടൊരു അനുകൂല നേതൃത്വ നിലപാട് ഇക്കാര്യത്തിൽ അനുകൂലമായിരിക്കില്ലേ? ലീഗിന്റെ MLA-മാര് ഓരോ ടൈമിലും വരുന്നവരെ ശ്രദ്ധിച്ചാൽ പുതിയ മുഖങ്ങൾ അടങ്ങുന്നതാണ് ലീഗിന്റെ MLA-മാര്. അത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പഴയ ചില ആളുകൾ മാറി നിൽക്കും, പുതുതായി ചില ആളുകൾ കയറി വരും. അതിപ്പോ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണല്ലോ, അതിന് മുമ്പും കണ്ടതാണല്ലോ. അത് സ്വാഭാവികം വരും. പിന്നെ പരിണിതപ്രജ്ഞരായ നല്ല ലെജിസ്ലേച്ചർ വിജ്ഞാനമുള്ള അത്തരത്തിലുള്ള സീനിയർ ആളുകളുടെ ലീഡർഷിപ്പ് അസംബ്ലിയിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരക്കാരെ പാർട്ടി ഉപയോഗിക്കും. അത് അവരാഗ്രഹിച്ച് മത്സരിക്കുകയല്ല. മനസ്സിലായി? പി അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ തീരുമാനം. അതുകൊണ്ടാണ് ദീർഘകാലം അദ്ദേഹം എം പി ആയത്. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ ഡൽഹിയിൽ ഉണ്ടെങ്കിൽ അത് ഈ സ്റ്റേറ്റിനും ഈ കമ്മ്യൂണിറ്റിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും പ്രവാസികൾക്കും ഒക്കെ പലതും ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം വിഭവശേഷിയുള്ള വലിയൊരു നേതാവാണ്. അപ്പൊ അത്തരം ആളുകളെ പരമാവധി ഉപയോഗിക്കുക എന്നതാണ് പാർട്ടി ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അതേ സമയത്ത് പുതുതായി കടന്നു വരുന്ന യുവജന മേഖലയിൽ നിന്നും വിദ്യാർത്ഥി മേഖലയിൽ നിന്നും വരുന്ന കഴിവ് തെളിയിച്ച ആളുകൾക്ക് എല്ലാ വർഷവും എല്ലാ ടേമിലും മുസ്ലിം ലീഗ് പരിഗണന കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറഞ്ഞ അവസരങ്ങളുള്ള ഒരു പാർട്ടിയാണ്. ഹൈ പ്രൊഫൈലുള്ള ധാരാളം നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷെ മുന്നണി രാഷ്ട്രീയത്തിൽ വളരെ പരിമിതമായ സീറ്റുകളിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ അവസരങ്ങളുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം മുസ്ലിം ലീഗിനുണ്ട് കേട്ടോ. അല്ല, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലയിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാനും സുവ്യക്തമായ ചില കാര്യങ്ങൾ പറയാനും ലീഗ് നേതാക്കൾ മുൻനിരയിലുണ്ട്. ഒരിക്കലും തർക്കമല്ല. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് യു ഡി എഫിലെ സ്ഥാനം എന്നത് എല്ലാവരും സ്വതന്ത്രമായി അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ യു ഡി എഫിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം സുപ്രധാനമായ നിലപാടെടുക്കാറുള്ള ലീഗിന് കൂടുതൽ പരിഗണന, കൂടുതൽ സീറ്റ് ആവശ്യം, ഇക്കാര്യമൊക്കെ ലീഗ് നേതൃത്വത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണോ? ലീഗ് മാത്രം ജയിച്ചു കയറിയാൽ നമുക്ക് ഈ സ്റ്റേറ്റ് ഭരിക്കാൻ കഴിയുമോ? UDF-ന് ഇല്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം ലീഗിന് എത്ര സീറ്റ് ഉണ്ടാക്കാം എന്നതിനപ്പുറം UDF-ന് എത്ര സീറ്റ് ഉണ്ടാക്കാനില്ല. ഞങ്ങൾ മാത്രം വളർന്ന് വികാസം പ്രാപിച്ച് ഒരു കൂടുതൽ നമ്പേഴ്സിൽ ഒരു പാർട്ടിയായിട്ട് മാത്രം നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടുത്തെ അധികാരത്തിന്റെ ഭാഗമാകട്ടെ. അപ്പൊ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്നും മുസ്ലിം ലീഗിന്റെ നമ്പർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയം അങ്ങനെ പരിമിതപ്പെടുത്തി ചിന്തിക്കുന്ന ഒരു പാർട്ടിയേ അല്ല മുസ്ലിം ലീഗ്. നിങ്ങൾ നിലമ്പൂരിൽ ഇത് കണ്ടല്ലോ.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഞങ്ങളൊരു മുന്നണിയിലാണ്. ആ മുന്നണി സ്ഥാനാർത്ഥികളുടെ എണ്ണം, വിജയിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എവിടെ വിട്ടുവീഴ്ച ചെയ്യണം അവിടെ വിട്ടുവീഴ്ച ചെയ്യണം, എവിടെ സഹകരിക്കണം അവിടെ സഹകരിക്കണം. അപ്പൊ ലീഗ് UDF എന്ന ഒരു ടീമിന്റെ വിജയമാണ്, മനസ്സിലാക്കണോ? അല്ല ഇത്ര സീറ്റ് ഇപ്പൊ ഞങ്ങളിപ്പോ അറിയാം ഒരു 40 സീറ്റൊക്കെ വേണം, ഇല്ല ഞങ്ങളില്ല, എന്നാൽ 40 സീറ്റ് കോൺഗ്രസ് തരും. അങ്ങനെ പിടിച്ചു വാങ്ങി മത്സരിച്ച് ഞങ്ങളെ പാർട്ടിയുടെ നമ്പർ വലുതാക്കുക എന്ന ചിന്ത ലീഗിനില്ല, മനസ്സിലാക്കണം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ നിയോജകമണ്ഡലത്തിലും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ആ നിലക്ക് മുസ്ലിം ലീഗ് മുന്നണിക്കുള്ളിലെ സമാധാനവും അച്ചടക്കവും പിന്നെ ഒരു അനൈക്യത്തിന് ഇടവരുത്താത്ത വിധത്തിൽ വളരെ സുതാര്യമായി എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെയാണ് സീറ്റ് വിഭജന ചർച്ചയിൽ ലീഗ് എടുക്കുന്ന സമീപനം. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും ലീഗിന്റെ കാര്യം മാത്രമല്ല, ലീഗിന്റെ ഭാവി മാത്രമല്ല, UDFന്റെ മൊത്തം സ്ഥാനാർത്ഥികളുടെ വിജയമാണ്. ഞങ്ങളുടെ ഒരു നമ്പർ വർദ്ധിപ്പിക്കലല്ല, UDFന്റെ നമ്പർ വർദ്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, വളരെ നന്ദി ഷാഫി ചാലിയം. എന്തായാലും ഷാക്കിർ അടക്കം ലീഗ് നേതാക്കൾ കൂടി നമുക്കൊപ്പമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് KPR റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. KPR റഹ്മത്തുള്ള, ലീഗിൽ 3 ടേം എന്ന് പറയുന്നത് 3 തവണ MLA ആയവർക്ക് ഇത്തവണ സീറ്റ് വേണ്ട എന്ന ചില ആലോചനകൾ നടക്കുന്നു എന്നാണ് ഞങ്ങളുടെ വാർത്തയുടെ ഉള്ളടക്കം. എന്തുകൊണ്ടാണ് ലീഗ് ഇത്തരം ചില ആലോചനകളിലേക്ക് വരുന്നത്? പലപ്പോഴും യുവ നേതാക്കൾക്ക് കൂടുതലായ പരിഗണന ഈ മുതിർന്ന നേതാക്കളുടെ തള്ളിക്കയറ്റം മൂലം ലീഗിൽ ഇല്ലാതെ പോകുന്നു എന്ന ആക്ഷേപം മുമ്പും കേട്ടിട്ടുള്ളതാണ്. ഈ ആലോചന അത് പ്രായോഗികമാകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ലീഗിൽ? കൊണ്ടുവരിക എന്നതാണ് മുസ്ലിം ലീഗിന്റെ പുതിയ നയം. അതുകൊണ്ട് തന്നെ 3 തവണ MLA-മാരായ PK ബഷീർ, നെല്ലിക്കുന്ന് P ഉബൈദുള്ള, അതുപോലെ KPA മജീദ്, മഞ്ഞളാംകുഴി അലി എന്നിവരൊക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുമെന്നും പുതിയതായി ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ കഴിയുമെന്നുമാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ അഴീക്കോട് തോറ്റ KM ഷാജിയും അതുപോലെ താനൂരിൽ പരാജയപ്പെട്ട PK ഫിറോസും നിയമസഭയിൽ ഉണ്ടാകണമെന്ന് മുസ്ലിം ലീഗിന് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ KM ഷാജിയെ നെല്ലിക്കുന്നിന് പകരം കാസർഗോഡ് മണ്ഡലത്തിലും PK ഫിറോസിനെ കഴിഞ്ഞ തവണ നൂർബീന റഷീദ് തോറ്റ കോഴിക്കോട് 2-ലുമൊക്കെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബിനെ തിരൂരങ്ങാടിയിൽ മത്സരിപ്പിക്കുന്നതിനുള്ള ആലോചനകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ സീറ്റ് നൽകാത്ത മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി, അതുപോലെ മലപ്പുറം മുനിസിപ്പൽ സെക്രട്ടറിമാരിലൊരാളായ നൌഷാദ് മണ്ണിശ്ശേരി അതുപോലെ തന്നെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ ഭാരവാഹി MA സമദ് എന്നിവരെയൊക്കെ, അതുപോലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട് എന്നിവർക്കൊക്കെ പുതിയതായി സീറ്റ് നൽകണമെന്നും മുസ്ലിം ലീഗ് ആലോചിക്കുന്നുണ്ട്. ശക്തമായ ഒരു യുവനിര ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്നും ഉള്ള ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന സീറ്റുകൾ തന്നെ നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്കയും മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. എന്നാൽ ഈ നിയമം വരുമ്പോഴും PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, MK മുനീർ, അതുപോലെ തന്നെ ഏറനാടിലെ ശക്തനായ PK ബഷീർ എന്നിവർക്കൊക്കെ ഇളവ് നൽകിക്കൊണ്ട് അവരെ വീണ്ടും മത്സരിപ്പിക്കും എന്ന ഒരഭിപ്രായവും മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും 3 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തുക എന്ന തീരുമാനം മുസ്ലിം ലീഗിന് പുതിയ മുഖം നൽകുകയും യുവാക്കളെയും യുവ നേതാക്കളെയും കൂടുതൽ പരിഗണിക്കുന്നതിന് മുസ്ലിം ലീഗിന് മെച്ചപ്പെട്ട പ്രതിച്ഛായ ഉണ്ടാക്കാനും തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയമുണ്ടാക്കാനും സാധിക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇത്രയും കാലം മുസ്ലിം ലീഗിൽ ഒരാൾ MLA ആയാൽ അദ്ദേഹം 25 30 ഒക്കെ കൊല്ലം തുടർച്ചയായി MLA ആകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല എന്നുകൂടി ഉറപ്പുവരുത്താനുള്ള കഠിന ശ്രമങ്ങളിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. എന്തുകൊണ്ടും ഈ നീക്കത്തെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. യുവനിര, യുവാക്കൾ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യുവാക്കൾ കൂടുതലായി നിയമസഭയിലേക്ക് എത്തുന്നത് നമ്മുടെ നിയമനിർമ്മാണത്തെ തന്നെ പോസിറ്റീവായി സ്വാധീനിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. KPR റഹ്മത്തുള്ള, താങ്കൾ ഒന്ന് തുടരണം. ഷാക്കിർ കൂടി, യൂത്ത് ലീഗ് ഷാക്കിർ കൂടി നമുക്ക് പോകണം. ഷാക്കിർ, എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആലോചന? യഥാർത്ഥത്തിൽ മറ്റു പല പാർട്ടികളും യുവാക്കൾക്കൊക്കെ മുൻനിരയിലേക്ക് വരാൻ പല അവസരം കിട്ടിയിട്ടും ലീഗിൽ അത് കിട്ടാതെ പോകുന്ന ഒരു വിഷയം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ടോ? എന്തായാലും ഇത്തവണ ചില മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
അല്ല, ഇപ്പോ എന്തടിസ്ഥാനത്തിലാണ് ഈ ചർച്ച വന്നതെന്ന് അറിയില്ല. കാരണം നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് സ്വാഭാവികമായും അതൊരു മോശമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ എന്ന് പറഞ്ഞ ചില ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് ഏതെങ്കിലും സ്ഥാനാർത്ഥി മോഹികളോ അല്ലെങ്കിൽ സ്ഥാനം മോഹികളോ ഒക്കെ പടച്ചു വിടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സീറ്റുകളിൽ വരെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പേര് വെച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും കാണുന്നുണ്ട്. അത് കൃത്യമായി നമുക്കറിയാം. കഴിഞ്ഞ ദിവസം KPCC യോഗത്തിൽ തന്നെ നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട് വിമർശനം നടത്തിയതായിട്ടൊക്കെ മാധ്യമം കാണുന്നുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പേരുകളുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണ്, ആരാണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി നിങ്ങൾക്ക് പറയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും ചെറുപ്പക്കാരെ പാർട്ടി പ്രധാനമായി പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് 2 സീറ്റാണുള്ളത്. എന്തായാലും അത് കൊടുക്കാത്തതിൽ ഞങ്ങൾക്കൊക്കെ വളരെ വലിയ വിഷമമുണ്ട്. എന്നാൽ എടുത്ത തീരുമാനത്തിൽ സന്തോഷവുമുണ്ട്. മിടുക്കരായിട്ടുള്ള ആളുകളാണ് പാർലമെന്റിലേക്ക് വിട്ടത്. അതേപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ചെറുപ്പക്കാർക്ക് PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആൾക്ക് അവസരം കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന പേരുകൾ KM ഷാജി പോലെയുള്ള ആളുകളൊന്നും നിങ്ങൾ ഇപ്പൊ കൂട്ടേണ്ടത് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലല്ല. ഏറ്റവും മിടുക്കരായ നിയമസഭാ സാമാജികരായി നല്ല നേതാക്കന്മാരെ വന്നിട്ടില്ല. അവർക്ക് 55 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ 25 അല്ലെങ്കിൽ 30 വയസ്സ് ആളുകൾ മത്സരിക്കുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും വളരെ ചെറിയ പ്രായത്തിൽ പാർട്ടി അവസരം കൊടുത്തതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രായം ചെന്ന ആളുകൾ, പരിചയസമ്പന്നര്, ചെറുപ്പക്കാര് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാ തവണയും പ്രഖ്യാപിക്കാറുള്ളത്. ഇപ്പൊ ഇതിന്റെ ടേമോ മറ്റു കാര്യങ്ങളൊന്നും പാർട്ടി ചർച്ചക്കെടുത്തതായി ഞങ്ങളാരും അറിയില്ല. മാത്രമല്ല ഇതിന്റെ സമയമല്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം ബാക്കിയിരിക്കുകയാണ്. അതിനു മുമ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും അത് കഴിഞ്ഞ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹാരിസ് ബീരാനെ മത്സരിപ്പിച്ചപ്പോഴും സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർക്കും അതുപോലെ പുതുമുഖങ്ങൾക്കും വലിയ രീതിയിൽ അവസരം കൊടുക്കുമെന്ന്. ആ പ്രതീക്ഷയിലാണുള്ളത്. എല്ലാ പാർട്ടികളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ മിടുക്കരായി സജീവമായി രംഗത്തുള്ളത് മുസ്ലിം യൂത്ത് ലീഗിലാണ്. അതുപോലെ തന്നെ മിടുക്കരായ നേതാക്കന്മാരുണ്ട്. ആ കാര്യം പലപ്പോഴും പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ തന്നെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. സ്വാഭാവികമായും ഇത് ടേം എത്ര അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എത്ര എന്നൊക്കെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൂടി ആലോചിക്കേണ്ടതാണ്. അതിനുള്ള ഒരു സമയമല്ല. ആ ചർച്ചയിലേക്ക് പാർട്ടി കടന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ അതിന്റെ സമയമല്ലല്ലോ. ഇപ്പോൾ ചില ആളുകളുടെ അവരുടെ വ്യക്തി താല്പര്യം അനുസരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ കൊണ്ട് വാട്സപ്പ് മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി വിടുന്നതോ അതല്ലല്ലോ ഒരു വസ്തുത. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന പേരുകൾ, ഫോട്ടോ, ഇതൊക്കെ എവിടുന്ന് കിട്ടി, ആരാണ് ഇതൊക്കെ പഠിച്ചു വിടുന്നത്, ഇത് ആരുടെ താല്പര്യമാണെന്ന് അറിയില്ല. ഏതായിരുന്നാലും യൂത്ത് ലീഗിന്റെ സംസ്ഥാന ദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മിടുക്കരായ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ ആളുകൾക്ക് എല്ലാവർക്കും കൂടി അവസരം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മിടുക്കരായിട്ടുള്ള ആളുകൾ നേരത്തെ ഷാഫി ചാലിയം പറഞ്ഞതുപോലെ വിജയ സാധ്യതയും മറ്റുമൊക്കെ പരിഗണിച്ച് പാർട്ടി അത് പരിഗണിക്കും സമയമാകുമ്പോൾ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റു ചില ആളുകൾ അവനവന്റെ പേര് അവനവൻ തന്നെ മാധ്യമങ്ങൾക്ക് എഴുതി കൊടുക്കുന്ന പല സംവിധാനങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇതേപോലെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള പേരുകൾ ആരെങ്കിലും അവർ തന്നെ അയച്ചു തന്നതാണ് എന്നൊന്നും അറിയില്ല. ഏതായാലും ഈ രീതിയിലേക്ക് പാർട്ടി ഒരു ചർച്ചയിലേക്ക് കടന്നതായി ഞങ്ങളാരും അറിയില്ല. അതിന്റെ സാഹചര്യവുമില്ല. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ പാർട്ടി ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും മറ്റും അവസരം കൊടുക്കുമെന്ന് പാർട്ടിയുടെ സുപ്രീമോ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ ആ സമയത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി ഷാക്കിർ, ഒരു കാര്യം പലപ്പോഴും നമുക്കറിയാം, ഇടതുപക്ഷത്ത് CPM-ഉം CPM-ഉം CPI-യും ഒരു ടേം വ്യവസ്ഥ കൃത്യമാക്കി നിർബന്ധമാക്കിയപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കുറേ പുതുമുഖങ്ങൾ കടന്നു വന്നു. കോൺഗ്രസും കഴിഞ്ഞ നിയമസഭയിൽ കുറേ അധികം ആളുകൾക്ക് പരീക്ഷണം നടത്തി. ഇതൊക്കെ പറയുമ്പോഴും ലീഗിലേക്ക് പക്ഷേ അത്രയും കാര്യമായ പരീക്ഷണം ഇതുവരെ നടന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതിനൊരു തിരുത്തൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ആ സാധ്യതയ്ക്കൊപ്പം താങ്കളും പങ്കുചേരുന്നു എന്നാണ് ചോദ്യം. അത്തരം ചർച്ചകൾ ലീഗിൽ യഥാർത്ഥത്തിൽ ഉള്ളതല്ലേ? അല്ല, ഇത് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്ത രീതിയിൽ അഭിപ്രായങ്ങൾ വരും. ആ അഭിപ്രായങ്ങളെല്ലാം ഈ പരസ്യമായി ശരിവെക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക എന്നുള്ളത് നമുക്ക് പ്രയാസകരമായ സംഗതിയാണ്. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. CPM-ഉം കോൺഗ്രസും കഴിഞ്ഞ തവണയൊക്കെ ഞാൻ പ്രായത്തിന്റെ കണക്ക് പ്രകാരം പറഞ്ഞു വളരെ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിരുന്നു. എന്നാൽ ലീഗിന് സീറ്റുകളുടെ എണ്ണം കുറവുണ്ട്. എന്നാൽ പോലും പഴയ കാലത്തെ അപേക്ഷിച്ച് ചെറുപ്പക്കാർക്ക് കഴിഞ്ഞ തവണ ഒന്നും വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത്തവണ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പലതവണ പറഞ്ഞതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവസരം കൊടുക്കുമെന്ന്. പിന്നെ നിങ്ങൾ
പിന്നെ എല്ലാ ആളുകളും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. സ്വാഭാവികമായും പരിചയ സമ്പന്നത വേണം. അതുപോലെ തന്നെ മറ്റു പല മാനദണ്ഡങ്ങളും ലീഗിന് പരിഗണിക്കേണ്ടതായി വരും. എന്നാൽ പോലും ഏറ്റവും മിടുക്കരായ, അത് പൊതുരംഗത്ത് ദൈനംദിനം ഇടപെടുന്ന മിടുക്കരായ ആളുകൾ, നിയോജകമണ്ഡലം തലത്തിൽ പോലും യൂത്ത് ലീഗിന്റെ ആളുകൾ നിയമസഭാ മത്സരത്തിലേക്ക് പാകപ്പെട്ടവരുണ്ട്. അത് പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും വളരെ വലിയ പ്രതീക്ഷയിലാണ്. തങ്ങൾ പ്രസിഡന്റായ ശേഷം ആദ്യമായി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അടുത്ത കാലത്ത് സ്വീകരിച്ചിരുന്ന നിലപാട് നിങ്ങൾക്കറിയപ്പോൾ പിന്നെ പല തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ പാർട്ടി എടുത്ത തീരുമാനങ്ങൾ വളരെ മനോഹരമായിരുന്നു എന്ന് പൊതുസമൂഹം പോലും വിലയിരുത്തിയതാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. പിന്നെ പ്രായത്തിന്റെ ഒരു സംഗതി മത്സരിക്കുന്ന ആളുകൾ കൂടി തീരുമാനിക്കേണ്ടതാണ്. എനിക്കിത്ര പ്രായമായി, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് സ്വയം ചില ആളുകൾ തിരിച്ചറിയേണ്ട സാഹചര്യം കൂടിയുണ്ട്. അത് തിരിച്ചറിയാൻ അവർ മുന്നോട്ട് വരും എന്ന് അതും ഒരു സാമൂഹ്യ സേവനമാണ്. അത്തരം ആളുകൾ മത്സര രംഗത്ത് നിന്ന് മാറി നിന്ന് പുതുമുകൾ അവസരം കൊടുക്കണമെന്ന് പാർട്ടിയോട് അങ്ങോട്ട് പറയുന്ന ഒരു നല്ല കീഴ്വഴക്കം പലപ്പോഴും ലീഗിൽ ഉണ്ടായിട്ടുണ്ട്. അത് പുതിയ കാലത്തും ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇവരൊക്കെ നടത്തിയിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ്. വളരെ വലിയ സംഭാവനകൾ ഈ നേതാക്കന്മാരൊക്കെ സമൂഹത്തിനും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭാവന കൂടി, എനിക്ക് പ്രായമായി, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇനി പുതിയ കുട്ടികൾ വരട്ടെ, പുതിയ ചെറുപ്പക്കാർ വരട്ടെ എന്ന് ആലോചിക്കുന്ന ഘട്ടത്തിലേക്ക് ചില ആളുകളൊക്കെ വരുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഷാക്കിർ ഒരു കാര്യം പറഞ്ഞു വന്നത്, താങ്കളുടെ ഒരു ലിമിറ്റിൽ നിന്ന് പരമാവധി പറയുന്നുണ്ട്, എനിക്കറിയാം, വളരെ വ്യക്തമാണ് കാര്യം. പക്ഷേ ഒരു കാര്യം കൂടി, പലപ്പോഴും ലീഗിലെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കുറേ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നു, ചില വ്യത്യസ്ത മുഖങ്ങളെ കൊണ്ടുവരുന്നു, ഇത്തവണ പതിവ് മുഖങ്ങൾ മാറി നിൽക്കുമെന്ന് തോന്നൽ ഉളവാക്കാറുണ്ട്. പക്ഷേ ചർച്ചകളുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല കാര്യമായിട്ട് എന്നതാണ് കഴിഞ്ഞകാല അനുഭവം. PK ഫിറോസിന് പോലും കഴിഞ്ഞ തവണ സീറ്റ് കിട്ടിയ സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തവണ അതിലൊരു കാതലായൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു എന്നാണോ അതിൻ്റെ ചുരുക്കം? തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ കഴിഞ്ഞ തവണ വാർത്താ മാധ്യമങ്ങളിൽ പത്രസമ്മേളനം നടത്തി ഓർമ്മ ഉണ്ടാവും. ഹാരിസ് വീരാന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷയിൽ പിന്നെ പാർട്ടിയുടെ യോഗങ്ങളിലും പറയുന്നത് നമുക്കറിയാലോ. പിന്നെ കഴിഞ്ഞ തവണ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശരിയല്ല. നജീബ് കാന്തപുരം യൂത്ത് ലീഗിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. PK ഫിറോസ് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് മത്സരിച്ച ആൾ കഴിഞ്ഞ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ്. യുവാക്കളെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ വരും കാലത്തും കൂടുതൽ പരിഗണന കിട്ടും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാക്കിർ, ഒരു കാര്യം കൂടി, നമുക്കറിയാം ലീഗിനെ സംബന്ധിച്ച് ഹൈ പ്രൊഫൈൽഡായ കുറേ അധികം നേതാക്കളുടെ വലിയ നിര ഒരുപക്ഷേ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പരിഗണന കിട്ടാതെ പോകുന്നു എന്നൊരു വിഷയം കൂടി അതിന് പിന്നിലില്ലേ? കാരണം മറ്റൊന്നുമല്ല, ലീഗിൻ്റെ നിലപാടുകൾക്കപ്പുറം മുന്നണി രാഷ്ട്രീയത്തിൽ ലീഗിനുള്ള ചില പരിമിതികളുണ്ടല്ലോ. ഉദാഹരണത്തിന് പറഞ്ഞാൽ മലബാർ മേഖലയിൽ മാത്രം മത്സരിക്കേണ്ടി വരിക, അതല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് നമ്പറിൽ മാത്രം നിൽക്കേണ്ടി വരിക. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈൽ വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ അല്പം കൂടി മികച്ച പരിഗണന കിട്ടേണ്ടി വന്നാൽ ലീഗിലെ ഈ പല നേതാക്കളും കൂടുതൽ പരിഗണിക്കപ്പെടില്ലേ? അതുകൂടി ഒരു ഘടകമല്ലേ? അല്ല, അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്ത്യ ഭരിക്കും, കേരളം ഭരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആദർശപരമായി, ആശയപരമായി കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. സമുദായ താല്പര്യം, സമൂഹ താല്പര്യം അതൊക്കെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. എല്ലാവരുമായി നല്ല സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഒരുപാട് സീറ്റുകൾ വാങ്ങി, ഒരുപാട് സീറ്റുകൾ മത്സരിച്ച് വെറുതെ തോൽക്കാൻ വേണ്ടി മത്സരിക്കാൻ ലീഗ് സന്നദ്ധമല്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ വലിപ്പത്തെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട്. ലീഗ് ഒരു പ്രധാന കക്ഷിയാണ്, പ്രധാന ശക്തിയാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കണം, എത്ര സീറ്റിൽ മത്സരിച്ചാൽ എത്ര സീറ്റിൽ വിജയസാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. മുസ്ലിം ലീഗിന് എണ്ണം കൂട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മറ്റ് പിന്നെ എന്താ പറയാ ഒരു പ്രത്യേക താല്പര്യത്തിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയല്ല ലീഗ്. അതിൽ നിങ്ങൾക്കറിയാം, അതിലൊന്നും വലിയ കടുംപിടുത്തം ഒരു കാലത്തും ലീഗ് പിടിച്ചിട്ടില്ല. പഴയ കാലം മുതലുള്ള നേതാക്കന്മാരും ഇപ്പോഴത്തെ നേതാക്കന്മാരും വളരെ പക്വതയോടുകൂടി ആണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ നമ്പർ സീറ്റുകളിൽ മത്സരിച്ച് ഒരുപാട് പേരെ സ്ഥാനാർത്ഥികളാക്കി അങ്ങനെ ഒരു ഇതിലേക്ക് വരണമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അത് നല്ലതുമല്ല. പക്ഷെ മത്സരിക്കുന്ന സീറ്റുകളിൽ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തി നല്ല വിജയസാധ്യത ഉണ്ടായി നല്ല ഒരു UDFന്റെ ഗവൺമെന്റ് വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചർച്ച കൊണ്ടുപോകുക എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇപ്പോ എന്തടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ഈ ചർച്ചയ്ക്ക് എടുത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എടുത്തത് കുറെ പേരുകൾ കാണുന്നുണ്ട്. ആരാണ് ഈ പേരുകൾ പിന്നെ പറയുന്നതെന്നോ എവിടെയാണ് ഈ ചർച്ചയെന്നോ അറിയില്ല. പാർട്ടിയുടെ ഒരു ബോഡിയിലും
ഇത് ഇങ്ങനെ ഒരു ചർച്ച നടന്നതായി നമ്മളാരും അറിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ആളുകളൊക്കെ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ചില ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ലിസ്റ്റിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ സീറ്റുകളിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ പേര് വെച്ച് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. മിനിമം കോമൺ സെൻസ് കാണിക്കണ്ടേ? ലീഗിന്റെ സീറ്റിൽ ലീഗിന് മത്സരിക്കാൻ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതേപോലെ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ആളുകൾ ഇത് ഇവരാരെങ്കിലും തന്നെ എഴുതി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് പരിഗണിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ പേരൊക്കെയാണ് നിങ്ങൾ ഇതിൽ കാണിക്കുന്നത്. അത് പിന്നെ ആ രീതിയിൽ ആ മത്സര രംഗത്തേക്ക് പരിഗണിക്കേണ്ട ലിസ്റ്റുകളിലുള്ള ഒരുപാട് പ്രമുഖർ വേറെയുണ്ട്. ഇപ്പൊ 25 സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നതെങ്കിൽ 250ഓളം മിടുക്കരായിട്ടുള്ള ആളുകൾ ലീഗിലുണ്ടാവും. എല്ലാവരെയും കൂടി മത്സരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേയ്മെന്റ് കാര്യത്തിലും അതുപോലെ ഒരു സീറ്റിൽ മത്സരിക്കുന്ന ആളുകളുടെ കാര്യത്തിലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വർഷം കൂടിയുണ്ട്. അതിന്റെയൊക്കെ തൊട്ടടുത്തൊക്കെ ആയിരിക്കും ആ ചർച്ചയിലേക്ക് കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും ഒരു 6 മാസം മുമ്പൊക്കെ പാർട്ടി അതിന്റെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരും. ഇപ്പോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. ഇത്തരം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി ചർച്ചയോ മറ്റ് പേരുകളോ ഒന്നും നിലവിൽ ചർച്ചയ്ക്ക് വന്നതായി നമ്മളുടെ അറിവിലില്ല, അതിന് സാധ്യതയില്ല. ശരി, വളരെ നന്ദി ഷാക്കിർ. എന്തായാലും ഷാക്കിറിനുള്ള മറുപടി ഇങ്ങനെയാണ്. ഷാക്കിർ, ഇത് ഒരു കോൺക്രീറ്റ് ആയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലല്ലോ രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇതിലൊരു കാര്യം വ്യക്തമാണ്, ലീഗിൽ നടക്കുന്ന ചില ആലോചനകളും കൃത്യമായ വിവരങ്ങളും തന്നെയാണ് ഞങ്ങളും പങ്കുവെക്കുന്നത്. സാധ്യതകളാണ്, പലതരത്തിലുള്ള സാധ്യതകളുണ്ട്. കാരണം എല്ലാ കാലത്തും ടേം വ്യവസ്ഥയും ദീർഘനാളുകളിൽ MLA ആയവരെയും ഒഴിവാക്കുക എന്ന ആലോചനകൾ നടത്താറുള്ളതാണ്. കാരണം പുതുമുഖങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അസ്തിത്വം ഉണ്ടാവുക, കൂടുതൽ അവരുടെ ഇമേജ്, ക്രെഡിബിലിറ്റി ഒക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നു. അത്തരം പരീക്ഷണങ്ങൾക്ക് ഇത്തവണ ലീഗ് തയ്യാറാകുമെന്ന കൃത്യമായ വിവരത്തിനും തന്നെയാണ് ഞങ്ങൾക്കും മുന്നിലുമുള്ളത്. അതാണ് പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നത്. രാഷ്ട്രീയമാണ് വരാനിരിക്കുന്നത്, ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയം ഞങ്ങൾക്കും ചർച്ച ചെയ്തും പരിശോധിച്ചും പോയേ മതിയാവൂ. അത് തന്നെയാണ് ഇതിന് പിന്നിൽ, അതല്ലാതെ മറ്റൊരു അജണ്ടയും ഇതിന് പിന്നില്ല എന്നുകൂടി ഒന്നുകൂടി ആവർത്തിക്കുന്നു. KP റഹ്മത്തുള്ള തുടരുന്നുണ്ട്. ശ്രീ KP റഹ്മത്തുള്ള, ലീഗ് നേതാക്കൾ സ്വാഭാവികമാണ് നിഷേധിക്കും ഇങ്ങനെ ഒരു ആലോചന ഇപ്പം നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ലീഗിൽ ഔദ്യോഗികമായൊരു ചർച്ച നടന്നിട്ടില്ല, വസ്തുത തന്നെയാണ്. പക്ഷേ ലീഗ് കേന്ദ്രങ്ങളിൽ കൃത്യമായ രീതിയിൽ ഈ ആലോചനകൾ നടക്കുന്നുണ്ട് എന്നത് വസ്തുതയല്ലേ? കൃത്യമായിട്ട് മുസ്ലിം ലീഗ് 2 തവണ സംസ്ഥാന ഉന്നതാധികാര സമിതിയും പ്രവർത്തക സമിതിയും ഒക്കെ ചേർന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മുന്നൊരുക്കങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി ചർച്ച നടന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വിവരങ്ങൾ പറയാം. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നമ്മുടെ മഞ്ചേരിയിലെ MLA UA ലത്തീഫ് മാറി നിൽക്കുമെന്ന് മുസ്ലിം ലീഗിൽ അംഗീകരിക്കപ്പെട്ട സത്യമാണ്. അദ്ദേഹത്തിന് കൊറോണയെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട വള്ളിക്കുന്നിൽ നിന്ന് ജയിച്ച P. അബ്ദുൽ ഹമീദ് മാഷി, അദ്ദേഹത്തിന് ജോലിഭാരം കൂടുതലാണ്. അദ്ദേഹം മാറി നിൽക്കുമെന്നും ഏറെക്കുറെ ഉറപ്പിച്ച രീതിയിലാണുള്ളത്. മാത്രമല്ല അഴീക്കോട് KM ഷാജി മാറി നിൽക്കുന്നുവെങ്കിൽ പൊട്ടൻകണ്ടി അബ്ദുള്ള, അതുപോലെ അബ്ദുൽ കരീം ചേലേരി, ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ 2 ഭാരവാഹികളെ അവിടെ സ്ഥാനാർത്ഥികളായിട്ട് ഈ 2-ലേതെങ്കിലും ഒരാളെയാണ് വെക്കുക എന്നത് ഉറപ്പിച്ചതാണ്. അതുപോലെ കഴിഞ്ഞ തവണ കുറ്റ്യാടിയിൽ പരാജയപ്പെട്ട പാറക്കൽ അബ്ദുള്ള അവിടെ വീണ്ടും മത്സരിക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. മാത്രമല്ല തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ട് തവനൂർ സീറ്റ് പാർട്ടി ഏറ്റെടുക്കണമെന്ന വളരെ ആഴത്തിലുള്ള ചർച്ചകളും വന്നിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെന്ന അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നിടത്തല്ലെങ്കിലും വളരെ ആഴത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ജില്ലകളിൽ നിന്ന് അഭിപ്രായം തേടുന്നുണ്ട്. സീറ്റുകൾ ഓരോ നിയമസഭാ സീറ്റിലെയും പഞ്ചായത്ത് ബൂത്ത് കമ്മിറ്റികളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് വളരെ രഹസ്യമായി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയാം. ഷംസുദ്ദീനെ അടുത്ത തവണ ലോകസഭയിലേക്ക് പരിഗണിക്കണം, അതുകൊണ്ട് ഇത്തവണ മണ്ണാർക്കാട് അദ്ദേഹം മത്സരിക്കാതിരിക്കട്ടെ എന്ന് പോലുമുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ മുസ്ലിം ലീഗ് വളരെ നേരത്തെ തന്നെ, ഒരുപാട് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ആലോചനകൾ നടത്തുന്നു എന്നതാണ് സത്യം. തിരൂരങ്ങാടിയിൽ 5 തവണ MLA നേരത്തെ ആയിരുന്ന, ഇപ്പോൾ 6ാം തവണയും MLA ആയ KPA മജീദ് സാഹിബ് മാറി നിൽക്കുമെന്നും ഉറപ്പായിട്ടുണ്ട്. ഇങ്ങനെ വളരെ വ്യക്തമായ തീരുമാനങ്ങൾ പോലും മുസ്ലിം ലീഗിന്റെ ഉന്നതതല യോഗങ്ങളിലും നേതൃയോഗങ്ങളിലും സംസ്ഥാന കൗൺസിലുകളിലുമൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു കാര്യം കൂടി ശ്രീ KP റഹ്മത്തുള്ള, ഒരു കാര്യം കൂടി, ഈ ലീഗിന്റെ ചില പരാജയപ്പെട്ട ഇടത്ത് ചില യുവമുഖങ്ങളെ പരീക്ഷിക്കാം എന്നതിനുമപ്പുറം
ചില വിജയ സാധ്യതയുള്ള ഇടത്ത് പതിമുഖങ്ങൾ മാറി നിൽക്കട്ടെ എന്ന തരത്തിലേക്ക് ഒരു കോൺക്രീറ്റ് ഡിസിഷൻ ലീഗിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? അത്തരമൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനും പരീക്ഷണത്തിനും ലീഗ് തയ്യാറാകുമോ? 3 തവണ MLA ആയവർ എന്നല്ല മുസ്ലിം ലീഗിന്റെ തീരുമാനം. 3 തവണ മത്സരിച്ചവർ എന്നതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് പല സീറ്റുകളിലും മഞ്ഞളാംകുഴി അലി ഒരുപാട് തവണ അങ്കടയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മാറി നിൽക്കട്ടെ, എന്തായാലും ആ സീറ്റ് മുസ്ലിം ലീഗിന് ലഭിക്കുമെന്ന് അവർ ഉറപ്പിച്ചിരുന്നു. ഇപ്പൊ നേരത്തെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. മഞ്ഞളാംകുഴി അലി മാറി നിൽക്കുന്നതോടുകൂടി മങ്കടയും പെരിന്തൽമണ്ണയും മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുമെന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. അലി മാറി നിന്നാലും അവിടെ മങ്കടയിൽ വരുന്ന ആൾ ജയിക്കും എന്ന ഒരവസ്ഥ മുസ്ലിം ലീഗിലുണ്ട്. അതുപോലെ തന്നെയാണ് പല സീറ്റുകളിലും ഈ പതിവ് മുഖങ്ങൾ മാറി നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സീറ്റുകളിൽ PK ബഷീറിന്റെ സീറ്റാണെങ്കിലും NA നെല്ലിക്കുന്നിന്റെ സീറ്റാണെങ്കിലും P ഉബൈദുള്ളയുടെ സീറ്റാണെങ്കിലും KPA മജീദിന്റെ സീറ്റാണെങ്കിലും മഞ്ഞളാംകുഴി അലിയുടെ സീറ്റാണെങ്കിലും UA ലത്തീഫ് സാഹിബിന്റെ സീറ്റാണെങ്കിലും P അബ്ദുൽ ഹമീദ് മാഷ സീറ്റാണെങ്കിലും ഇതൊക്കെ മുസ്ലിം ലീഗിന് ഉറച്ച സീറ്റുകളാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്ന് പോലും പറയാവുന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച സീറ്റുകൾ. ഇവിടെയൊക്കെ നന്നായി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, നിയമസഭയിലൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ വിശ്വാസമുള്ള, നേതൃപാടവമുള്ള യുവ ആളുകൾ കയറി വരട്ടെ, പുതിയ ആളുകൾക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കണമെന്ന് സാദിഖ് അലി തങ്ങളും മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയും വളരെ കൃത്യമായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് 3 തവണ ജയിക്കുകയോ 3 തവണ മത്സരിക്കുകയോ ചെയ്ത വളരെ പ്രധാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ, മുനീർ സാഹിബിനെ പോലെ ഉള്ളവരല്ലാതെ ആരും തന്നെ അടുത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവുകയില്ല എന്ന സൂചനകളാണ് പാണക്കാട് നിന്നൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂസ് 18 ഇപ്പോൾ ഈ ചർച്ച തുടങ്ങി വെച്ചത് തന്നെ വളരെ ക്രിയാത്മകമാണ്. കാരണം വളരെ കൃത്യമായ വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഈ വിഷയത്തിലുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അത് പറയാമെന്ന രീതിയിൽ ലഭിച്ച വിവരങ്ങൾ പോലും ചാനലുകൾ പിന്നോക്കം വെച്ചിരിക്കുകയാണ് എന്നതാണ് സത്യം. ആ നിലയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരേണ്ടതുണ്ട്. മലപ്പുറത്ത് മാത്രമല്ല, നിസ്സാര വോട്ടുകൾക്ക് തോറ്റ സീറ്റുകൾ കൃത്യമായി തന്നെ തിരിച്ചു പിടിക്കാനുള്ള അടവുകളും പയറ്റുകളും അതിനുള്ള തന്ത്രങ്ങളും ഒക്കെ മുസ്ലിം ലീഗ് അണിയറയിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ശരി, KPM റഹ്മത്തുള്ളയാണ് നിലപാട് വിശദീകരിച്ചത്, അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞത്. CV അനുമോദ് ഒരിക്കൽ കൂടി. അനുമോദ്, യഥാർത്ഥത്തിൽ ലീഗിലെ ഈ ആലോചനകൾ അത് ഔദ്യോഗികമായി അവർ നിഷേധിക്കും, സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ചതാണ്, അത് തന്നെയാണ് ഉണ്ടാവുക. നേരത്തെ കോൺഗ്രസ് നേതൃത്വമൊക്കെ ചെയ്തതുപോലെ അത്തരം നിലപാട് തന്നെ അവരും സ്വീകരിക്കും ഇക്കാര്യത്തിൽ. പക്ഷേ ലീഗിലെ ഈ ആലോചനകൾ ചെന്ന് അവസാനിക്കുന്നത് 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലീഗിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിലാണ്. സംസ്ഥാന ഭരണത്തിലേക്ക് തിരികെ വരാനുള്ള വലിയ അവസരമാണ് മുന്നിലുള്ളത്. അവിടെ ഈ രാഷ്ട്രീയ പരീക്ഷണം ആ ഒരു കാരണം മുൻനിർത്തി അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ? കാരണം അവസാന ഘട്ടത്തിൽ ഈ ആലോചനകളും പ്രതീതികളും ഒക്കെ മുന്നോട്ട് വെച്ചെങ്കിൽ കൂടിയും അവസാന ഘട്ടം വരുമ്പോൾ ലീഗ് പതിവ് സ്വഭാവം കാട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇത് പൂർണ്ണമായി നടപ്പാകുമെന്ന് ഇപ്പോഴും കരുതാനാകില്ല. കാരണം ഇതിൽ പറയുന്ന പേരുകൾ അത് ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ച് മുഴുവനായിട്ടും തള്ളിക്കളയാൻ കഴിയുന്ന പേരുകളല്ല എന്നുള്ളതാണ്. ഒന്ന് മഞ്ഞളാംകുഴി അലി ആകട്ടെ, ഷംസുദ്ദീനാവട്ടെ, PK ബഷീറാവട്ടെ, ഇവരെയൊക്കെ അത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ 3 തവണ മത്സരിച്ചു എന്ന ഒരു കാരണം കൊണ്ട്, 3 തവണ ജയിച്ചു എന്ന കാരണം കൊണ്ട് മാറ്റി നിർത്തുക അത്ര എളുപ്പമല്ല. ജയിക്കുന്നത് ജനങ്ങളുടെ അംഗീകാരമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ നേതാക്കളൊക്കെ തന്നെ ലീഗ് നേതൃത്വത്തോട് മറുപടി പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും ഈ നേതൃത്വത്തിന് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ നമുക്ക് 3 തവണ മത്സരിച്ചവർ അല്ലെങ്കിൽ 3 തവണ MLA അവർ മാറി നിൽക്കണമെന്നൊരു വ്യവസ്ഥ ലീഗിനകത്ത് ചർച്ച ചെയ്യും, ലീഗ് അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. പക്ഷേ അത് പൂർണ്ണമായും നടപ്പിലാകുമെന്ന് ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ പറയാനാകില്ല. ഇതാദ്യമായിട്ടല്ല ഇത്തരം ചർച്ചകളൊക്കെ വരുന്നത്. ഇത് പ്രായോഗികമായി നടപ്പാക്കിയത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് എന്നുള്ളത് മാത്രമാണ്. മറ്റ് സാഹചര്യങ്ങളിലൊക്കെ ഇത് പലപ്പോഴും ചർച്ച ചെയ്ത് അവസാനം പാണക്കാട്ടെ തീരുമാനം ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞ് പാണക്കാട്ടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നത് ലീഗിന്റെ രീതിയല്ലെന്ന് പറഞ്ഞ് ആ ചർച്ചകളൊക്കെ അവസാനിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോവുകയും ലീഗ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തവണയും ചർച്ചകൾ സജീവമാണെങ്കിൽ പോലും എത്രമാത്രം ഇത് നടപ്പിലാകുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാനാകില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ചർച്ചകൾ ക്രിയാത്മകമാണ് എന്ന് യുവാക്കൾക്കും അതുപോലെ പുതുമുഖങ്ങൾക്കും ആശ്വസിക്കാം ഈ ഘട്ടത്തിൽ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ശരി, അതാണ് രാഷ്ട്രീയം. എന്തായാലും മുസ്ലിം ലീഗ് ഇത്തവണ വലിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്നതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. കാരണം
മൂന്ന് ടേം എന്ന് വെച്ചാൽ 3 തവണ MLA ആയവർക്ക് ഇത്തവണ സീറ്റില്ല, മാറി നിൽക്കും. അങ്ങനെയെങ്കിൽ പല പ്രധാന മുഖങ്ങളെ മാറ്റി നിർത്തും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞാലിക്കുട്ടിക്കും മുനീറിനും അടക്കം ചില ഇളവുകൾ നൽകിക്കൊണ്ടുള്ള രാഷ്ട്രീയ പരീക്ഷണത്തിന് ഇത്തവണ ലീഗ് തയ്യാറായേക്കും എന്നതാണ്. പക്ഷേ 2026 ലീഗിനും UDF സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു പരീക്ഷണത്തിന് എത്ര കണ്ട് ലീഗ് തയ്യാറാക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന നാളുകളിലുള്ള ലീഗിലെ തുടർ ചർച്ചകളാണ് ഇതിനെ നിർണായകമാക്കുക.